ജോൺസിനൊക്കെ വയസ്സായോ? ജോൺസിനെ കൊണ്ട് മത്സരിക്കാനോ നല്ല മാച്ചുകൾ തരാനോ ഇനി കഴിയില്ല. റോയൽ റംബിൾ 2025 കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു ജോൺസിനെ ഹെയ്റ്റർ അല്ല. ജോൺസിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാം തന്നെ ചെറുപ്പകാലം അത്രയും അടിപൊളിയാക്കിയതിൽ ജോൺസിന് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അന്നത്തെ WWE ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ജോൺസിന. എന്നാൽ ഈ റോയൽ റംബിളിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് ഒരു കോമാളി ക്യാരക്ടറുമായിട്ടായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റോയൽ റംബിൾ സീന വിജയിക്കണമെന്ന് ആരെക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 17 ടൈം ചാമ്പ്യൻ ആകണമെന്നുള്ളത് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റോയൽ റംബിളിൽ മത്സരിച്ചതുപോലെയാണ് അദ്ദേഹം ഇനി മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചാമ്പ്യൻ ആകണ്ട എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ. റോയൽ റംബിൾ മാച്ചിലെ ഓരോരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. 23ാമത്തെ നമ്പറായിട്ടായിരുന്നു ജോൺ സീന റോയൽ റംബിൾ 2025 വന്നിട്ടുണ്ടായിരുന്നത്. ആ വന്ന സമയത്ത് 2008 റോയൽ റംബിളിൽ അദ്ദേഹം എങ്ങനെയാണ് എൻട്രൻസ് നടത്തിയത് അതുപോലെയുള്ള ഒരു എൻട്രൻസ് ആയിരുന്നു നടത്തിയത്. ആ വരവിന്റെ സമയത്തെല്ലാം തന്നെ ജോൺ സീനയുടെ കണ്ണുകൾ നിറഞ്ഞതും അദ്ദേഹത്തിന്റെ അവസാനത്തെ റോയൽ റംബിൾ ആണെന്നെല്ലാം തന്നെ പറഞ്ഞ് കാണികളുടെ ഇടയിലൂടെ നടന്നു വരുന്നതെല്ലാം തന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന സീനായിരുന്നു. വന്നു കഴിഞ്ഞ് ആദ്യം തന്നെ ബ്രോൺ സ്ട്രോമാനിട്ട് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജോൺ സീന ശ്രമിച്ചത്. പക്ഷേ ആ ഒരു മൂവ് ചെയ്യാൻ സീനക്ക് സാധിച്ചില്ലായിരുന്നു. സ്ട്രോമാൻ ഓടി വരുന്ന സമയത്ത് റോപ്പ് താഴ്ത്തി കൊടുത്ത് സ്ട്രോമാനെ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു സീന. ഇതൊന്നുമല്ല പ്രശ്നം. ഈ ഔട്ടാക്കിയതിനു ശേഷം ജോൺസീന ഇടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. പണ്ട് സാന്റിനോ മെറെല്ല എല്ലാം തന്നെ ഇടുന്നത് പോലെ ഒരു കോമിക് ക്യാരക്ടറായിട്ടായിരുന്നു ജോൺസീന ഇവിടെ മുഴുവനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോമിക് ക്യാരക്ടർ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഈ ഒരു റോപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ജോൺസീനെ കൊണ്ട് റോപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഫിൻ ബാലറിനെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതെല്ലാം തന്നെ ഭയങ്കര പവറായിട്ട് കാണിക്കുന്നുണ്ട്. ജോൺസീനക്ക് ഒരിക്കലും പവറിന്റെ കുറവില്ല, പക്ഷേ പ്രാക്ടീസിന്റെ കുറവുണ്ട്. ഇനി അടുത്ത സീൻ നോക്കാം. റോമൻ റെയിൻസ്, CM പങ്ക്, ജോൺ സീന ഇവർ 3 പേരും റിംഗിൽ നിൽക്കുന്ന സീൻ. അതിൽ CM പങ്കും റോമൻ റെയിൻസും രണ്ടുപേരും സീരിയസ് ആയിട്ട് ആക്ഷൻസ് കാണിക്കുന്ന സമയത്ത് ജോൺ സീന കുട്ടികളെ പോലെ അവിടെ തുള്ളിച്ചാടി കളിക്കുകയാണ്. നമ്മൾ കണ്ട 2012, 11, 10, 9 ഈ സമയത്തുള്ള ജോൺ സീന ഇങ്ങനെയല്ല. അന്നത്തെ ജോൺ സീനയുടെ ആ ഒരു സീരിയസ്നെസ് ഇപ്പോഴത്തെ ജോൺ സീനയ്ക്ക് ഇല്ല. ആ സീരിയസ്നെസ് ഇല്ലാത്തോടത്തോളം കാലം നമുക്ക് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള സീനയായിട്ട് ഇത് തോന്നില്ല. ഇവർ 3 പേരും ഈ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും വീക്കായിട്ടുള്ള ക്യാരക്ടറായിട്ട് തോന്നുന്നത് സീനയെ തന്നെയാണ്. സീനയാണ് പേടിച്ച് നിൽക്കുന്നത്. സെത്ത് റോളിൻസിന് മ്യൂസിക് കേൾക്കുമ്പോൾ കുട്ടികളെ പോലെ ആർപ്പ് വിളിക്കുകയാണ് ജോൺ സീന. പീസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ട് ആ ക്യാരക്ടറിലേക്ക് അദ്ദേഹം റിയൽ ലൈഫിൽ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. ഈ റോയൽ റംബിളിൽ ഒരാളെ പോലും ജോൺ സീനക്ക് മര്യാദക്കൊന്ന് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ, അദ്ദേഹത്തിന് ഫിനിഷർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എല്ലാവരെയും എടുത്തുയർത്തി തോളത്ത് വെക്കും, അതുപോലെ തന്നെ അവരെല്ലാവരും ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും വന്ന് സീനയെ അവരുടെ ഫിനിഷർ ചെയ്ത് മടങ്ങുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം വീക്കായിരുന്നു ജോൺ സീന. മാച്ചിന്റെ അവസാനം ലോഗൻ പോളിനെയും ജെയൂസോയെയും ഒരുമിച്ച് ഒരു ഡബിൾ AA ചെയ്യാൻ വേണ്ടി സീന നിന്നതെല്ലാം തന്നെ കിഡിലൻ മൊമെന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അതിനുള്ള പവർ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് കൊണ്ട് അത് മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല. ജെയൂസോ അപ്പോൾ തന്നെ ഇറങ്ങി വന്ന് ലോഗൻ പോളിനിട്ട് ഒരു സൂപ്പർ കിക്ക് കൊടുക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ജെയൂസോയും സീനയും മാത്രം ബാക്കിയായി നിന്ന സമയത്തും സീന അവിടെ കളിക്കുന്നത് ഒരു കോമാളി കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്ക് പുഷ് കിട്ടാൻ വേണ്ടി, ബാക്കിയുള്ളവരെ പൊലിപ്പിക്കാൻ വേണ്ടി, ബാക്കിയുള്ളവരെ വലിയ താരങ്ങളായി കാണിക്കാൻ വേണ്ടിയിട്ട് തന്റെ കരിയർ നശിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫാൻസ് ചാൻറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച പോലെ നോക്കുക, കുറച്ച് ഓവർ ആക്ടിങ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ടൈമിങ്ങും വളരെയധികം മോശമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഒരു അടി കിട്ടുമ്പോഴേക്കും അവശനായി കിടക്കുക, പിന്നീട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതിരിക്കുക, ഇതെല്ലാം തന്നെ ഭയങ്കര വീക്ക് ക്യാരക്ടേഴ്സിന് മാത്രമേ WWE കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ സാന്റിനോ മെറെല്ല പോലെയുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും പേടിച്ച് അയ്യോ എന്നെ പുറത്താക്കില്ലേ എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു സീനയുടേത്. ഏറ്റവും അവസാനം ജെയൂസോയെ എടുത്ത് പുറത്തേക്കിട്ട് ജയിച്ചേ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന സീനയെല്ലാം തന്നെ കണ്ടു. ഇത് ഭയങ്കര പവർ ഹൗസ് താരങ്ങളായിട്ടുള്ള ബ്രോൺ സ്ട്രോമാനോ അതുപോലെയുള്ള താരങ്ങൾക്കെതിരെ മിസ് എല്ലാം മത്സരിക്കുമ്പോൾ മിസ് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു സീന ചെയ്തിട്ടുണ്ടായിരുന്നത്. സീനയെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള എല്ലാവരും ഈ റോയൽ റംബിൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നീട് ഓടി വന്ന് റോപ്പിന്റെ മുകളിലൂടെ ഭയങ്കര സ്ലോ മോഷനിലായിരുന്നു സീനയുടെ ആക്ഷൻ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഒരു നാച്ചുറാലിറ്റി സീനയ്ക്ക് തോന്നിയിട്ടില്ലായിരുന്നു സീനയുടെ പെർഫോമൻസിന്. റോയൽ റംബിളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന 2 വ്യക്തികളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളത് നോക്കണം. അതിൽ ജെയൂസോ മാത്രമാണ് ഭയങ്കര സീരിയസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം തോറ്റതോ ജെയൂസോ പുറകിൽ നിന്നും തള്ളിയിട്ട്. ഇതെല്ലാം തന്നെ സീന വയസ്സായതുകൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ ജോൺ സീനയ്ക്ക് ഇപ്പോൾ 47 വയസ്സായി. ജോൺ സീനയേക്കാൾ 1 വയസ്സ് കുറവാണ് CM പങ്കിന്. അദ്ദേഹം ആകെ 4 മാച്ചുകളെ കളിച്ചിട്ടുള്ളൂ
തോന്നുന്നുണ്ട് ആ 4 മാച്ചുകളും കിടിലനായിരുന്നു. അതിലൊരു മാച്ചിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ പോട്ടെ, സീനയേക്കാൾ വയസ്സിന് മൂത്ത ഒരാളാണ് ദ റോക്ക് എന്ന് പറയുന്നത്. റോക്കിന് ഇപ്പോൾ 52 വയസ്സായി. കഴിഞ്ഞ വർഷത്തെ റെസ്ൽമേനിയയിലെ റോക്കിന്റെ പെർഫോമൻസ് ഒരു രക്ഷയും ഇല്ലാത്തതായിരുന്നു. റോക്കും ഇതുപോലെ ഹോളിവുഡിൽ പോയിട്ടുള്ള ഒരു സൂപ്പർ താരം തന്നെയാണല്ലോ. അദ്ദേഹം അവിടെ പോയി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ജോൺസിനൊക്കെ എന്തുകൊണ്ട് കഴിയുന്നില്ല? ലാക്ക് ഓഫ് പ്രാക്ടീസ് തന്നെയാണ് ഇതിന്റെ എല്ലാം തന്നെ പ്രശ്നം. ഇതേപോലെയാണ് ജോൺസിന് ഇനി അടുത്ത ഇവന്റുകളിലെല്ലാം തന്നെ മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫാൻസിന് ജോൺസിനക്ക് 17 ടൈം ചാമ്പ്യൻഷിപ്പ് കിട്ടണമെന്നുള്ള ആഗ്രഹം തന്നെ പോയി പോകും. എലിമിനേഷൻ ചാമ്പറിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു, അതും സീരിയസ് ആയിട്ട്, ഇതുപോലെ കോമാളി കളി കളിക്കാതെ. അതുപോലെ റെസ്ൽമേനിയയിൽ മെയിൻ ഇവന്റ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, വേണമെങ്കിൽ ഹീൽ ക്യാരക്ടർ ആയിക്കോട്ടെ, ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കും കാണുമ്പോൾ ഒരു ഹരം ഉണ്ടാവുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരെ ജോൺസിനെ വരേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും ഉണ്ടാവുക. പണ്ടത്തെ അണ്ടർടേക്കർ വേഴ്സസ് ജോൺസിനെ തമ്മിലുള്ള റെസ്ൽമേനിയ മാച്ച് നടന്നതുപോലെ അണ്ടർടേക്കറിന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന സീനെയായിരുന്നു നമ്മൾ ആ മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെയുള്ള മൊമെന്റുകളാണ് എനിക്കിതിൽ തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. ജോൺ സീനയുടെ ഇപ്പോഴത്തെ പെർഫോമൻസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.